വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സിർ അമൃത്വേണി ഹെയർ എലിക്സിർ ഫോർ വിമൻ. എൻ്റെ സർജറി ടൈമിൽ എനിക്ക് എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു, എത്രയും പെട്ടെന്ന് എനിക്ക് സ്ത്രീയായി മാറുക എന്നുള്ളതാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അമ്മ വിളി കേട്ടിട്ടുള്ളത് ഒന്ന് മദർ തെരേസ, ഒന്ന് മാതാ അമൃതാനന്ദമായി, 3 ഞാനായിരിക്കും. ആശ്വസിപ്പിക്കുക എന്നുള്ള ഒരു മനസ്സുണ്ടല്ലോ, അത് നമുക്ക് കിട്ടാതെ വരുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് പാനിക്കായിപ്പോവും. ഞാൻ പോലും അറിയാത്ത ഒരു കാര്യത്തിന്, ഞാൻ പോലും ചെയ്യാത്തൊരു തെറ്റിന് എന്നെ പോലീസ് പിടിച്ചിട്ടുണ്ട്. എന്നെ ഇങ്ങനെ മലത്തിക്കെടുത്തിട്ട് എൻ്റെ കാലിൻ്റെ ഉള്ളയിലേക്ക് ചൂരൽ വെച്ചിട്ട് എണ്ണി 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 അടിയുമായിരുന്നു. ഞാൻ ആ നടനെ അല്ലെങ്കിൽ ആ വ്യക്തിയെ ഭയങ്കര അത്ഭുതത്തോടു കൂടിയാണ് നോക്കുന്നത്. സ്റ്റാറ്റസുകൾ ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഇതുപോലെ സമാന പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ വേർഡുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഐ ഡോണ്ട് നീഡ് പാർട്ണർ. സത്യമായിട്ട് എൻ്റെ ലൈഫിൽ എനിക്ക് വേണ്ടാത്തൊരു കാര്യമാണ് ഈ വിവാഹം. ചുങ്കത് ജ്വല്ലറി ലൈറ്റ് വെയ്റ്റ് ഗോൾഡിന്റെ ഏറ്റവും പുതിയ കളക്ഷൻ. ഒരിക്കൽ രഞ്ജനോട് വലിയൊരു സ്വപ്നം പങ്കുവച്ചിട്ടുണ്ട്. ഞാനൊരു നടന് വേണ്ടി അയാളുടെ സിനിമ ഇറങ്ങുമ്പോൾ മാത്രമേ ഞാൻ പ്രാർത്ഥിക്കാറുള്ളൂ. അയാളുടെ പേര് ഞാൻ പറയുന്നില്ല, രഞ്ജുവായിട്ട് തന്നെ പറഞ്ഞാൽ മതി. അദ്ദേഹത്തിന് ഒന്ന് അതൊക്കെ ഒന്ന് മേക്കപ്പ് ഇടാൻ ഒരാഗ്രഹം ഇല്ലേ? പിന്നെ ആളുടെ പേര്, ഞാൻ ആ നടനെ അല്ലെങ്കിൽ ആ വ്യക്തിയെ ഭയങ്കര അത്ഭുതത്തോടു കൂടിയാണ് നോക്കുന്നത്. സത്യമായിട്ട് എനിക്കിങ്ങനെ അദ്ദേഹത്തെ കാണുമ്പം എനിക്ക് അവിടെ എല്ലാം ഭയങ്കര എക്സ്ട്രാ ഒരു ലൈറ്റ് ഫിറ്റ് ചെയ്തതുപോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അത് അന്നും ഇന്നും. പക്ഷേ എനിക്ക് കൂടുതൽ അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ വർക്ക് ചെയ്യാൻ ഭാഗ്യം കിട്ടിയിട്ടില്ല. പക്ഷേ എനിക്ക് അദ്ദേഹത്തിന് ഭയങ്കര ഒരു ഇഷ്ടമാണോ സ്നേഹമാണോ ബഹുമാനമാണോ എന്നറിയത്തില്ല. എനിക്ക് തോന്നുന്നു മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരു സിനിമ ഇറങ്ങിയാൽ, അദ്ദേഹത്തിൻ്റെ സിനിമ ഇറങ്ങിയാൽ ഞാൻ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും. ഈശ്വര, പടം ഹിറ്റാകണേ, നല്ല രീതിയിൽ മുന്നോട്ട് പോകണേ എന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ നക്ഷത്രം വരെ എനിക്കറിയാം, ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. നടന്റെ പേര് പറയുമോ? അത് സുരേഷ് ഏട്ടൻ്റെ അടുത്ത് മാത്രമേ ഞാനത് റിവീൽ ചെയ്തിട്ടുള്ളൂ. ആ നടന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. പേര് മോഹൻലാൽ അല്ലേ? ലാലേട്ടൻ. അതെ അതെ. അപ്പൊ മോഹൻലാലിന്റെ മുഖത്തൊരു മേക്കപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ? ലാലേട്ടന് മേക്കപ്പ് ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഏത് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. അത് ഭാഗ്യമല്ല, എനിക്ക് തോന്നുന്നത് എന്താ പറയുക, അതൊരു എനിക്കറിയില്ല, ഒരു വേർഡ് ഇടാൻ പറ്റത്തില്ല സുരേഷ് ഏട്ടാ. എനിക്ക് അത്രയ്ക്ക് ബഹുമാനമാണ്, അത്രയ്ക്ക് സ്നേഹമാണ്. സംസാരിച്ചിട്ടും കണ്ടിട്ടുണ്ട്, എൻ്റെ ഇന്റർവ്യൂസുകൾ കാണാറുണ്ട് എന്ന് പറയാറുണ്ട്, എവിടെയെങ്കിലും വെച്ച് കാണുമ്പോഴൊക്കെ. പറഞ്ഞിട്ടില്ലേ? ഇല്ല, ഞാനൊന്നും സംസാരിച്ചു. ഞാൻ ഇപ്പോഴാണ് ഏത് നടന് വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കാറുള്ളത് എന്ന് പറയുന്നത് ഇപ്പോഴാണ്. പൃഥ്വിരാജിനെ ഒരിക്കൽ മേക്കപ്പ് ഞാൻ ആദ്യം പറഞ്ഞതിനകത്ത് പറഞ്ഞു ഒരു എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആ കോംബോ വെച്ച് ഇങ്ങനെ എടുത്ത സമയത്ത് ദേഹത്തൊന്ന് കൊണ്ടു അല്ലേ? അപ്പൊ ഒന്നൊരു നോക്കി അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാതി തിരുനാളാകണമെന്നുണ്ടെങ്കിൽ വിഗ് വെക്കണമല്ലോ. അപ്പോൾ ഒരു വിഗ് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്ത് അത് സൂട്ടായില്ല. രണ്ടാമതൊരു വിഗും കൂടി ഞാൻ കൊണ്ടുപോയി. അപ്പോൾ അത് ആ വിഗ് പ്രോപ്പറായിട്ട് വെക്കാനായിട്ട് ടൈലെടുത്ത സമയത്തൊന്ന് ഇങ്ങനെ ഒന്ന് കൊണ്ട്, പക്ഷേ അദ്ദേഹം അങ്ങനെ അതൊരു വലിയൊരു വിഷയമാക്കി എടുത്തില്ല. ഒന്ന് നോക്കി, ശ്രദ്ധ വേണ്ട എന്നുള്ളൊരു വാണിംഗ് ആയിരുന്നു, അശ്രദ്ധ പാടില്ല എന്നുള്ളത്. എനിക്ക് അതുകൊണ്ടൊരു പാഠം പഠിക്കാൻ പറ്റി. അതിനുശേഷം ഞാൻ ടൈലെടുക്കാൻ ഭയങ്കര കെയർഫുൾ ആണ്. രാജുവിനെ ഓർക്കും ഞാൻ. നമ്മുടെ ഒരു സിനിമ ഇറങ്ങിയത് മേരിക്കൂടി അല്ലേ? അപ്പം ആ പടം ഒരുപക്ഷെ ജയൻ്റെ ലൈഫിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കി, അല്ലെങ്കിൽ ജയൻ വളരെ ഇൻസ്പയർ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അയാളുടെ ക്യാരക്ടർ പലപ്പോഴും അത് രഞ്ജുവിൻ്റെ ജീവിതാനുഭവങ്ങളിൽ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ? പിന്നെ എനിക്ക് തോന്നാറുള്ളത്, എനിക്ക് ആ മേരിക്കുട്ടിയുടെ ലൊക്കേഷനിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ ചെന്നപ്പം ജയസൂര്യ എന്ന് പറഞ്ഞൊരു നടിയല്ല കണ്ടത്, നടനെയല്ല കണ്ടത്, എന്നെയാണ് എനിക്ക് അവിടെ കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ഞാൻ കുറേ നേരം ഇങ്ങനെ സരിത ചേച്ചി ഞാനും കൂടി ഇരുന്ന് വിശേഷങ്ങൾ പറഞ്ഞ്, പഴയ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ കുറേ കരഞ്ഞ്. ജയേട്ടന് ഒരു ബ്ലെസ്സിങ്ങും കൊടുത്തിട്ടാണ് ഞാൻ വന്നത്. സിനിമ കാണാൻ തിയേറ്ററിൽ പോയിട്ട് എനിക്കത് കംപ്ലീറ്റ് ചെയ്ത് കാണാൻ പറ്റിയില്ല. പിന്നെ ഒരു ദിവസമാണ് ഞാൻ പോയത്. എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റത്തില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടുന്ന പോലെ തോന്നി. കാരണം സ്പെഷ്യലി ആ പോലീസ് സ്റ്റേഷൻ സീനൊക്കെ
അത് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള കാര്യമാണ്. അയ്യോ, എനിക്കത് ഇന്നും ഓർക്കുമ്പോൾ ഒരു ഞെട്ടലാണ്. എൻ്റെ കൈകൾക്ക് ഇപ്പോഴും ആ തരിപ്പുണ്ട്. എൻ്റെ കാലിൻ്റെ ഉള്ളിൽ എനിക്ക് ആ വേദന ഇപ്പോഴും ഉണ്ട്. ഞാൻ പോലും അറിയാത്ത ഒരു കാര്യത്തിന്, ഞാൻ പോലും ചെയ്യാത്തൊരു തെറ്റിന് എന്നെ പോലീസ് പിടിച്ചിട്ടുണ്ട്. അതും എൻ്റെ ജന്മനാട്ടിലാണെന്ന് ഓർക്കണം. എൻ്റെ ജന്മനാട്ടിൽ പോലീസ് പിടിച്ചോണ്ട് പോയിട്ട് എന്താ പറയുക, ചോദ്യം ചെയ്യലോ അല്ലെങ്കിൽ എന്താണ് കാര്യമെന്ന് ചോദിക്കുകയല്ല ചെയ്യുന്നത്, ഉപദ്രവമായിരുന്നു അങ്ങോട്ട്. എന്നെ ഇങ്ങനെ മലത്തിക്കെടുത്തിട്ട് എൻ്റെ കാലിൻ്റെ ഉള്ളിലേക്ക് ചൂരൽ വെച്ചിട്ട് എണ്ണി 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 അടിയുമായിരുന്നു. അടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സർവ്വ ദൈവങ്ങളെ ഞാൻ അപ്പോൾ കാണുവാണ്. എന്താ തെറ്റെന്ന് എനിക്കറിയത്തില്ല. അതുപോലെ ചൂരൽ ഇങ്ങനെ ഓരോ കൈയിൻ്റെ ഇടയിലൂടെ കയറ്റിയിട്ട് നമ്മളത് ഇങ്ങനൊരു പിടുത്തം പിടിച്ചിട്ടുണ്ട്. അതൊന്ന് ആലോചിച്ച് നോക്കുക, ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. ഓരോ ഞരമ്പുകളും പൊട്ടിപ്പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതെല്ലാം റീവർക്ക് ചെയ്ത ബോഡിയാ. സംശയത്തിന്റെ പുറത്ത് കൊണ്ടുപോയതാ. എനിക്കറിയത്തില്ല. കുറെ പേരെ പിടിച്ചോണ്ടോ, എന്നെയും പിടിച്ചോണ്ടോ. എന്ത് പരാതി കൊടുക്കാൻ ആ സമയത്ത്? ഇന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങേരുടെ തൊപ്പി തെറിപ്പിച്ചേനെ, വീട്ടിലിരുത്തിയേനെ ഞാൻ അങ്ങനെ. അല്ല, അത് അവർ ചെയ്തു. അതിനുള്ള ഫലം, കർമ്മഫലം എന്ന് പറയുന്നതുണ്ട് സുരേഷ് ഏട്ടാ. ഇതേ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ എനിക്ക് ബോഡി ഗാർഡായിട്ട് വന്നു. എന്നെ ഉപദ്രവിച്ച അതേ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ എനിക്ക് കൊല്ലത്തൊരു പ്രോഗ്രാമിന് ബോഡി ഗാർഡായിട്ട് വന്നു. അത് ആ സമയത്ത് അവരുടെ മുഖത്തെ എക്സ്പ്രഷൻ ഒന്ന് കാണേണ്ടതായിരുന്നു. ഇവളെപ്പോലുള്ള ഒരുത്തിക്ക് ഞങ്ങൾ ബോഡി ഗാർഡായിട്ട് പോകേണ്ടി വന്നല്ലോ. ദാറ്റ് ഈസ് കർമ്മ. അതിപ്പം മെരിക്കുട്ടിയിൽ അതുപോലൊരു ചിത്രമോ ആ ഒരു രംഗമുണ്ട്. അതൊക്കെ കണ്ടപ്പോൾ ഞാൻ എൻ്റെ ലൈഫ് ഞാനിങ്ങനെ ഓർത്തു പോയി, ഈശ്വര, എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അങ്ങനെ അത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. മനുഷ്യരുടെ ചിന്താഗതികൾ എന്ന് നമുക്കൊരിക്കലും മാറ്റിയെടുക്കാൻ കഴിയില്ല. റീൽസുകളൊക്കെ ശ്രദ്ധിക്കുമ്പോഴേ ഒരുപാട് ഈ വളരെ ഗാഢമായിട്ട് ആലിംഗനം ചെയ്യുന്ന പല റീൽസുകളും വളരെ കാണാറുണ്ട്. ആലിംഗനങ്ങൾക്ക് എന്തെങ്കിലും ഒരു പവർ ഉള്ളതായിട്ട് തോന്നുന്നുണ്ടോ? ഈ ആലിംഗനങ്ങൾ പലതരത്തിൽ നമുക്കതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പം ഒരു കാമുകനും തമ്മിലുള്ള ഒരു ആലിംഗനവും, അല്ലെങ്കിൽ രണ്ട് സുഹൃത്തുക്കൾ തമ്മിലുള്ള ആലിംഗനം, അല്ലെങ്കിൽ സഹോദരങ്ങൾ തമ്മിലുള്ള ആലിംഗനവും, മകൾ തമ്മിലുള്ള ആലിംഗനവും, അതിനെല്ലാം ഡെഫിനിഷൻസുകളുണ്ട്. ബട്ട് ഞാൻ ആലോചിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പ്രോബ്ലം ആണ് എന്ന് നമുക്ക് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തോളത്തൊന്ന് തട്ടി, ഇതൊരു വലിയൊരു ആശ്വാസമാണ്. ഒന്ന് ചേർത്ത് പിടിക്കുന്നത് അതൊരു വലിയ ആശ്വാസമാണ്. ഒന്ന് ചേർത്ത് ഹഗ് ചെയ്യുന്നതൊരു വലിയ ആശ്വാസമാണ്. അങ്ങനെ കുറേ അനുഭവങ്ങൾ എൻ്റെ ലൈഫിലുണ്ട്. ഇപ്പം ഞാൻ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഹോസ്പിറ്റലൈസ് ആയിരുന്നു, അപ്പോളോ ഹോസ്പിറ്റലിൽ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് എനിക്ക് ചുമ നിൽക്കുന്നില്ല. ഒരു 3 മന്തായിട്ട് ചുമ. ലോകത്തുള്ള സർവമാന ടെസ്റ്റുകൾ നടത്തി, എല്ലാം നെഗറ്റീവ്, ഒരു പ്രോബ്ലം കാണും. പക്ഷെ ചുമ നിൽക്കുന്നില്ല. പിന്നെ അതിൻ്റെ പുറകെ എനിക്ക് ചെസ്റ്റ് ഇൻഫെക്ഷനായി, പിന്നെ ന്യൂമോണിയയുടെ സ്റ്റാർട്ടിങ് ആയി, യൂറിൻ ഇൻഫെക്ഷനായി. അങ്ങനെ പെട്ടെന്ന് എനിക്കാണെങ്കിൽ ബാക്ക് ടു വർക്ക്. ഹൈദരാബാദിൽ വിമലാരാമൻ്റെ വർക്ക്, ഇവിടെ പിന്നെ മമത മോഹൻദാസിൻ്റെ വർക്ക്, വെഡ്ഡിങ് മേക്കപ്പ്, ഇതിങ്ങനെ എനിക്ക് റെസ്റ്റ് കിട്ടുന്നില്ല. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞു, രഞ്ജു ഇനി അഡ്മിറ്റ് ആയേ പറ്റുള്ളൂ, പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ വർക്കുകളെല്ലാം ക്യാൻസൽ ചെയ്ത് ഞാൻ ഹോസ്പിറ്റലൈസ് ആയപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഷിവറിങ് വരുവാണ്. ഷിവറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബെഡിൽ നിന്ന് ഞാനിങ്ങനെ എടുത്ത് എറിയുന്നത് പോലെ ഷിവറിങ് വരുവാണ്. അപ്പോൾ എത്ര ബെഡ്ഷീറ്റുകൾ എന്നെ കൊണ്ട് പുതപ്പിച്ചിട്ട് എനിക്ക് ഷിവറിങ് നിൽക്കുന്നില്ല. ഡോക്ടർമാരെല്ലാവരും പേടിച്ചു. അപ്പോൾ എൻ്റെ മകൾ ഹരിണി, അവൾ കയറി എൻ്റെ കൂടെ കട്ടിലയിൽ കിടന്നിട്ട് എന്നെ ഇങ്ങനെ പൂണ്ടണക്കങ്ങനെ ചേർത്ത് പിടിച്ച് പിടിച്ച് അങ്ങനെ കിടന്നപ്പം അങ്ങനെ കിടന്ന് കുറേ കഴിയുമ്പോൾ എനിക്ക് ഈ ഷിവറിങ് ഇങ്ങനെ ഡൗൺ ആയി വന്ന് ഞാൻ നോർമലായി. അതൊരു ഭയങ്കര മിറക്കിളാണ്. അപ്പോൾ ഒരു ബോണ്ടിങ് ആണ്, ഹാർട്ടുകൾ തമ്മിലുള്ളൊരു ബോണ്ടിങ് ആണ്. അപ്പം ചില സന്ദർഭങ്ങളിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരാളിൻ്റെ ഒരു ഹഗ്ഗിങ് നമ്മൾ കിട്ടാൻ ആഗ്രഹിക്കും. എന്നെ ഒന്ന് ചേർത്ത് പിടിച്ചില്ലെങ്കിൽ. ഇപ്പോൾ എനിക്കൊരു സുഹൃത്തുണ്ടെന്ന് വെച്ചു. അപ്പോൾ ഞങ്ങളിങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരുപാട് അക്കാഡമിക് കാര്യങ്ങൾ, ബിസിനസ് കാര്യങ്ങൾ, വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ, എൻ്റെ വീട്ടിലെ പ്രശ്നങ്ങൾ, ഇതെല്ലാം നമ്മുടെ തലയിൽ കൂടി ഓടുമായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ വിചാരിച്ചു, ഇത് ചെയ്യാനാ എന്താ പ്രശ്നം, ഒന്ന് ആശ്വസിപ്പിക്കുക എന്നുള്ള ഒരു മനസ്സുണ്ടല്ലോ, അത് നമുക്ക് കിട്ടാതെ വരുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് പാനിക്കായി പോകും.
എന്താ നമ്മളെ ഒന്നും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, നമ്മളെ ഒന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ളത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായിട്ടുണ്ട്. അത് നമ്മളെ എല്ലാം സമർപ്പിക്കുന്ന ഒരു സുഹൃത്ത്, നമ്മുടെ ബെസ്റ്റാണ്, ഇതിനപ്പുറത്തേക്ക് നമുക്കൊരു ലോകമില്ല എന്ന് വിചാരിക്കുന്ന ഒരു സമയം. അപ്പം അത്തരം ആൾക്കാരിൽ നിന്ന് നമുക്ക് അങ്ങനെ ഒരു പരിഗണന കിട്ടാതാകുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു വേദനയുണ്ട്. നമ്മളോടൊപ്പം വർക്ക് ചെയ്ത ആൾക്കാർ തന്നെയാണോ? അതെ അതെ അതെ. അപ്പം അങ്ങനെ ഒരു സമയത്ത് എൻ്റെ മകൾ എന്നെ ചേർത്ത് പിടിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു ആശ്വാസം, ആ ഹഗ്ഗിങ്ങിൻ്റെ പവറാണ് ഞാൻ പറഞ്ഞത്. അതൊരു സെക്ഷൽ ഇതല്ല, അതൊരു മാനസികമായിട്ടുള്ള ഒരു അടുപ്പമാണ് അവിടെ പ്രകടമാക്കുന്നത്. അപ്പം അത് നമ്മൾ കൊടുക്കണം. ആരാണെന്നുണ്ടെങ്കിലും നമ്മൾ കണ്ണുകളിൽ നോക്കി സംസാരിക്കുക, നമ്മൾ തോളത്ത് കെട്ടിയൊന്ന് ആശ്വസിപ്പിക്കുക, ഒന്ന് ചേർത്ത് പിടിക്കുക, എല്ലാം ശരിയാവുകയെ ഇത്രയും പറഞ്ഞാൽ മതിയെന്നേ. ഒരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടിയിട്ടാണ്. അല്ല, അത് ഞാൻ എൻ്റെ സ്റ്റാറ്റസുകളും എൻ്റെ ലൈഫും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്, ഭയങ്കര വ്യത്യാസമുണ്ട്. എല്ലാവരും വിചാരം ഞാൻ സ്റ്റാറ്റസുകൾ ഇടുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഡിപ്രഷൻ അടിച്ച് ബെഡിൽ നിന്ന് എഴുന്നേക്കാതെ ഭയങ്കര രീതിയിൽ ജീവിക്കുക. ഞാനിവിടെ അടിച്ചു പൊളിച്ച് എൻ്റെ ലൈഫ് ആസ്വദിക്കുന്നുണ്ട്. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്, എൻ്റെ സ്റ്റാറ്റസുകൾ ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഇതുപോലെ സമാന പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ വേർഡുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ, അല്ലാണ്ട് എൻ്റെ ലൈഫല്ല. എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളതിൻ്റെ ഇൻസിഡൻറ്റുകളെല്ലാം എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഞാൻ പോയി ചാടിയതുകൊണ്ട് എനിക്ക് സംഭവിച്ചിട്ടുള്ളതാണ്. അത് ആരുടെയും തലയിൽ ഞാൻ വെച്ചു കൊടുക്കുന്നില്ല, അത് എൻ്റെ മാത്രം തെറ്റാണ്. ഒരു സ്ത്രീയാകാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായി, കുറേ കാലം എടുത്തു, അത് സ്ത്രീയായി. അപ്പോൾ നമ്മളിനി ഒരു പാർട്ട്ണർ വേണം എന്നൊക്കെ ഒരു ജീവിതത്തിൻ്റെ ഒരു മോഹമായിട്ട് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഐ ഡോണ്ട് നീഡ് പാർട്ട്ണർ. സത്യമായിട്ട് എൻ്റെ ലൈഫിൽ എനിക്ക് വേണ്ടാത്തൊരു കാര്യമാണ് ഈ വിവാഹം. വേണ്ട എന്ന് ഞാൻ ഒരിക്കൽ ചിലപ്പം ഞാൻ ശപഥമെടുത്തൊരു കാര്യം ഡ്രൈവിംഗ് പഠിക്കില്ല എന്ന്, അത് ഞാൻ പഠിച്ചു. അപ്പം അല്ല, എനിക്ക് താല്പര്യമില്ലാത്തൊരു മേഖലയായിരുന്നു ഡ്രൈവിംഗ്. ഇപ്പൊ ഡ്രൈവ് ചെയ്താണ് വന്നത്. എന്നാൽ പോലും ഉപകാരപ്പെട്ടു. സോ ഒരു വിവാഹം കഴിച്ച ഉപകാരപ്പെടില്ല, അതൊരു ഉപദ്രവമായി മാറുമെന്ന് എനിക്ക് തോന്നുന്നു. കല്യാണം കഴിച്ചവർക്കൊന്നും ഇതാകാൻ വേണ്ടിയിട്ടില്ല പറഞ്ഞത്. ആസ് എ പേഴ്സൺ എന്നെ സംബന്ധിച്ച് എന്നിലേക്ക് വരുന്ന ഒരാളിൻ്റെ ക്യൂരിയോസിറ്റിയാണ് എൻ്റെ ലൈഫ് എന്ന് എനിക്കറിയാം. ഞാനത് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്. എന്താണ് രഞ്ജുമാർ? മെയിൽ ബോഡിയിൽ ജീവിച്ച ഒരാൾ സർജറി കഴിഞ്ഞ് സ്ത്രീയായി, ആ ക്യൂരിയോസിറ്റി അറിയാൻ വരുന്നവരാണ്. ഒന്ന്. രണ്ടാമത് എന്നിലൂടെ എന്തെങ്കിലുമൊക്കെ നേടാൻ കഴിയുമോ എന്ന് തിരക്കി വരുന്നവരാണ്. മൂന്നാമത് ഒരു ചവിട്ടുപടിയാണ്. ഇത് മാത്രമായിട്ട് ഞാൻ അനുഭവിച്ചിട്ടുള്ളത് കൊണ്ടാണ്. എനിക്കൊരു വിവാഹ ജീവിതമോ അല്ലെങ്കിൽ അതിലേക്കുള്ളൊരു ചവിട്ടുപടിയായിട്ട് ഞാനൊരു സൗഹൃദത്തെ ഞാൻ കാണുന്നില്ല. എനിക്ക് നല്ല സൗഹൃദങ്ങൾ മതി, എന്നെ മനസ്സിലാക്കുന്ന, എന്നെ ഉൾക്കൊള്ളുന്ന, എന്നെ പരിഗണിക്കുന്ന, എൻ്റെ വിഷമങ്ങളും സന്തോഷങ്ങളും എല്ലാം അവരുടേതാണെന്നും കൂടി വിചാരിക്കുന്ന നല്ല സൗഹൃദങ്ങൾ, അത് മാത്രം മതി എനിക്ക്. വിവാഹം വേണ്ട. നോ, എനിക്ക് ബെഡ് ഷെയർ ചെയ്യാനായിട്ട് അല്ലല്ല, ഞാൻ പറയട്ടെ, നമുക്ക് ചക്കയും മാങ്ങിയൊന്നുമല്ലല്ലോ ലുലുമാളി പോയി നോക്കിയിട്ട് എടുക്കാനായിട്ട്. സോ പീപ്പിൾ ആർ ഡിഫറൻസ്, യുനോ. അപ്പം അവർ വരുന്ന, അവർക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ തോന്നുവാണ്, ഓ ഇതെന്തോന്നായത്. നമ്മുടെ സ്വന്തം രക്തത്തിൽ നിന്ന് തന്നെ ഒരു കുട്ടി ഉണ്ടാകണം എന്നൊരു ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ രഞ്ജു ഒരു സ്പേം എവിടെയെങ്കിലും സൂക്ഷിച്ചു വെച്ചിട്ടുള്ളതായിട്ട്? ഇല്ല. അങ്ങനെ ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അത് വേണ്ട, അത് ചിലപ്പം അതൊരു നെഗറ്റീവായിട്ട് മാറാനും സാധ്യതയുണ്ട്. അല്ല, അപ്പോൾ അത് തെറ്റായൊരു വിവരമാണ്. അതെ. അങ്ങനെ സൂക്ഷിച്ചിട്ടില്ല? ഇല്ല. അങ്ങനെ ഒരു കഥ കേൾക്കുന്നുണ്ട്. ദൈവമേ, അതുകൊണ്ടാണ് ഞാനത് ചോദിച്ചത്. ഹോസ്പിറ്റലിൻ്റെ പേര് അവർ ക്ലെയിം ചെയ്യുന്നുണ്ട്, പക്ഷേ ഞാനത് പേരിപ്പം ഒരു ഇതിന് വേണ്ടിയിട്ട് ഞാൻ പറയുന്നില്ല. എന്തായാലും ഞാനത് വിശ്വസിക്കുന്നു, ഞാൻ രഞ്ജുവിനെ വിശ്വസിക്കുന്നു. ഇത് ആലോചിക്കാണത്. അല്ല, ഞാൻ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞില്ലല്ലോ. ഇല്ല, ഞാൻ വളരെയധികം പോകും. നിലവിൽ ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല. അപ്പോൾ ഇതും സത്യമല്ല. എൻ്റെ സർജറി ടൈമിൽ ഞാൻ അതിനെപ്പറ്റി ഒന്നും ചിന്തിച്ചില്ല. എൻ്റെ സർജറി ടൈമിൽ എനിക്ക് എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു, എത്രയും പെട്ടെന്ന് എനിക്ക് സ്ത്രീയായി മാറുക എന്നുള്ളതാണ്. ഒരു ഇത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു സർജറി, അത്ര കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു എൻ്റെ സർജറി. 14 മണിക്കൂർ എടുത്ത് ചെയ്ത ഒരു സർജറി ആയിരുന്നു എൻ്റേത്. അപ്പോൾ ആ സർജറി കഴിഞ്ഞ് ഞാൻ ആ അനസ്തേഷ്യ വിട്ട് മാറുന്നതിന് മുമ്പ് ഫോൺ എടുത്ത് വീഡിയോ കോൾ ചെയ്ത ഒരാളാണ്. എല്ലാ ആർട്ടിസ്റ്റുകളെയും, ഭാവനയെ വിളിച്ചു, രമ്യ നമ്പീശനെ വിളിച്ചു, പേളിമണിനെ വിളിച്ചു, പ്രിയമണിനെ വിളിച്ചു, മമതയെ വിളിച്ചു, എല്ലാവരും ഫോണിൽ വീഡിയോ കോൾ ചെയ്തിട്ട് വിക്കമി അമ്മ വുമൺ ഇങ്ങനെ ഞാൻ പറയും. അതൊരു അബോധാവസ്ഥയിലാണ് ഞാൻ പറയുന്നത്. അതിനുശേഷം ഞാൻ വീണ്ടും ഓർമ്മ പോയി. അപ്പോൾ അത്രയും ഒരു ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ ഒരു എക്സൈറ്റ്മെൻറ്റിൽ നിന്ന് സ്ത്രീയാകാൻ ശ്രമിച്ച ഒരാളാണ്. അപ്പോൾ അവിടെ എനിക്ക് നെക്സ്റ്റ് ലെവലിനെ പറ്റി ഞാൻ ആലോചിച്ചില്ല, എത്രയും പെട്ടെന്ന് ആവുക എന്നുള്ളതായിരുന്നു.
രഞ്ജുവിൻ്റെ വളരെ ചെറിയ കാലത്ത് ഇത്രയും സ്റ്റാറ്റസ് ഒന്നും ഇല്ലായിരുന്ന കാലത്ത് പോലും മറ്റുള്ളവരെ സഹായിക്കാൻ ഒരുപാട് ശ്രമം നടത്തിയിട്ടുള്ള ഒരാളാണ്. ഈ പറഞ്ഞ അമ്മയ്ക്ക് വേണ്ടിയിട്ട് കുഞ്ഞു കുഞ്ഞ് കമ്മലുകളൊക്കെ വാങ്ങിച്ചു കൊടുത്ത ഒരു രഞ്ജുവിന് പോലെ മറ്റുള്ളവരെ സഹായിക്കാൻ അങ്ങനെ എപ്പോഴും സഹായിക്കുന്നുണ്ടെന്ന് അറിവ്. അങ്ങനെ ചെയ്യുന്നത് ഇപ്പോഴും തുടരുന്നുണ്ടോ? ഉണ്ട് 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 ഉണ്ട്. എന്തൊക്കെയാണ് ചെയ്യുന്നത്? കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മളത് റിവീൽ ചെയ്യുമ്പോൾ ആൾക്കാർ പറയും ഓ വന്നു മദർ തെരേസ എന്ന്. എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ അമ്മ വിളി കേട്ടിട്ടുള്ളത് ഒന്ന് മദർ തെരേസ, ഒന്ന് മാതാ അമൃതാനന്ദമായി, 3 ഞാനായിരിക്കും. കാരണം എത്രയും രഞ്ജുമാർ എന്ന് വിളിക്കുന്ന ഒരു കൂട്ടം, ഇവനിപ്പോൾ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ പോലും ബ്യൂട്ടീഷ്യൻ മേഖലയിലാണെങ്കിൽ പോലും സാധാരണ ജനങ്ങളാണെങ്കിൽ പോലും എന്നെ രഞ്ജുമ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എന്നാൽ കഴിയുന്നത് ഒരാൾക്ക് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പം നമ്മളത് റിവീൽ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി അതിനകത്ത് ഒരുപാട് നെഗറ്റീവ് ഇമ്പാക്റ്റുകൾ വരും. ഇവളിങ്ങനെ കൊട്ടി ആഘോഷിക്കേണ്ട വല്ല കാര്യമുണ്ട്. എൻ്റെ ഒരു ഡ്രീം എന്ന് പറയുന്നത് ഒരു ട്രാൻസ് ഗ്രാമം ഉണ്ടാക്കുക എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയൊരു ഡ്രീമാണ്. അപ്പം അതിന് വല്ല CSR ചെയ്യുന്നവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഐ എം സോ ഹാപ്പി. കാരണം ഇപ്പോഴും സൊസൈറ്റി ചിന്തിക്കുന്നത് ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്ന വ്യക്തികൾ അവർ സെക്സ് വർക്കിന് വേണ്ടി മാത്രം ജീവിക്കുന്നവരാണെന്നാണ്. പക്ഷേ ഇത്രയും മൾട്ടി ടാലൻറ്റഡ് ആയിട്ടുള്ള പേഴ്സൺസിന് ലോകത്ത് വേറെ എവിടെയും കിട്ടത്തില്ല. അവരുടെ ടാലൻസിലേക്ക് എത്തിയിട്ടില്ല ആരും. അതെന്താണെന്ന് അറിയാൻ ആരും ഇവിടെ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ്. ആക്ടിങ്ങിലാണെന്നുണ്ടെങ്കിലും ഡിസൈനിങ്ങിലാണെങ്കിലും മേക്കപ്പിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും പാട്ട് പാടാനും ഡാൻസ് പ്രസംഗിക്കാനും അറിവിൻ്റെ കാര്യത്തിലാണെങ്കിലും എഴുതുന്നവർ എങ്ങനെയൊക്കെ നോക്കിയാലും മൾട്ടി ടാലൻറ്റഡ് ആയിട്ടുള്ള പേഴ്സൺസാണ്. അപ്പോൾ അവരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് അവരുടെ കഴിവുകൾ ഡെവലപ്പ് ചെയ്യാനുള്ള എന്തെങ്കിലും എനിക്ക് ഫ്യൂച്ചറിൽ ചെയ്യണമെന്ന് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ്. കേരളത്തിൽ ആദ്യമായിട്ടൊരു കോസ്മെറ്റോളജി കോളേജ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അത് ക്യാമ്പസൊക്കെ ഉള്ളൊരു കോളേജ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക ചർച്ചകൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗവൺമെൻറ്റുമായിട്ട് മേ ബി 25th 26th കൂടി അത് ചിലപ്പം യാഥാർത്ഥ്യമാകുമെന്ന് വിശ്വസിക്കുന്നു. അതൊക്കെയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എപ്പോഴെങ്കിലും ദീപിക പദുക്കോണിനെ മേക്കപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ഒരു പൊട്ടെങ്കിലും എനിക്ക് വെച്ച് കൊടുക്കണം. എനിക്കൊരു 5 minutes എങ്കിലും എനിക്ക് ഇരുന്ന് സംസാരിക്കണം. അതിനുള്ളൊരു അവസരം എനിക്ക് പിന്നീട് കിട്ടിയിട്ടില്ല. കാണും ഹായ് പറയുമെന്നുള്ളതല്ലാണ്ട് ഇങ്ങനെ അപ്പുറം ഇപ്പുറം ഇരുന്ന് കുറച്ച് നേരം സംസാരിക്കാനായിട്ട് എനിക്കൊരു അവസരം വന്ന് ദീപികയായിട്ട് ഇൻട്രാക്ട് ചെയ്യാനായിട്ട്. പക്ഷേ എനിക്ക് ആ മെയിൽ ചെക്ക് ചെയ്യാൻ പറ്റിയില്ല. ദീപികയുടെ ഓഫീസിൽ നിന്ന് എനിക്കൊരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ദീപികയുടെ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ദീപികയായിട്ട് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് രഞ്ജുവിന് ഒരു അവസരം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു 10 minutes ഒരു ഇൻട്രാക്ഷൻ ആയിരുന്നു. പക്ഷേ ഞാൻ ആ മെയിൽ ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് സമയം കഴിഞ്ഞു പോയി. അപ്പം ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. മേ ബി ചിലപ്പോൾ നടക്കുമായിരിക്കും എപ്പോഴെങ്കിലും. ആസ് എ പേഴ്സൺ എൻ്റെ സക്സസ്ഫുൾ എന്ന് പറയുന്നത് ഇതെല്ലാം കഴിഞ്ഞ് എൻഡ് ഓഫ് മൈ ലൈഫ് അവിടെ ഒരു വെള്ളം പതിപ്പിച്ചിട്ട് ഒരാളെ കിടത്ത് ആ കിടക്കുന്ന ആൾ ഇന്നലെ ആരായിരുന്നു എന്ന് 10 പേര് വന്ന് നിൽക്കുമ്പോൾ അതിൽ നിന്ന് ഒരാളെങ്കിലും ഒരു തുള്ളി കണ്ണീര് ഒഴുക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് മൈ അച്ചീവ്മെന്റ്സ്. അച്ഛനില്ല, അച്ഛൻ മരിച്ചിട്ട് കുറേ വർഷമായി. അമ്മയുണ്ട്. അമ്മ ഇപ്പം ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അമ്മ എന്നെ കല്യാണം കഴിപ്പിക്കാന്നുള്ള അതൊന്നും അമ്മ അങ്ങനെയൊന്നുമില്ല. അമ്മയ്ക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകാം. പിന്നെ ഇടയ്ക്ക് കുറേ കല്യാണങ്ങൾ കഴിഞ്ഞു പോയതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. ഞാൻ അറിയാതെ എൻ്റെ കല്യാണങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് പ്രശ്നമില്ല. എല്ലാവരും ഉണ്ട്, എല്ലാവരും ഹാപ്പിയാണ്. ഇപ്പം ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം ഞാൻ തിരിച്ച് ചെല്ലുന്നിടം വരെ അമ്മയ്ക്ക് ഭയങ്കര ആദ്യമാണ്. പോകണ്ട, എവിടെയാണ് പോകുന്നത്, എവിടെയാണ് വർക്ക് റിലേറ്റഡ്. ഇപ്പം ഞാൻ വീട്ടിൽ ചെന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങാൻ പറ്റത്തില്ല. ഇപ്പോൾ വൈകിട്ട് എൻ്റെ ഫ്രണ്ട് വന്നിട്ട് നമുക്ക് ചായ കുടിക്കാൻ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ മുഖം ഇത്രയാവും. അപ്പം എനിക്ക് ഗേറ്റ് ചാടേണ്ടി വരും ചിലപ്പോൾ അമ്മ ഉറങ്ങിയിട്ട്. അല്ല, അമ്മയൊക്കെ നമുക്ക് നോക്കാൻ പറ്റുന്നുണ്ടോ? പിന്നെ എൻ്റെ അമ്മ എൻ്റെ കൂടെയാ. അതൊക്കെ വലിയ കാര്യങ്ങളാണ്. അമ്മ ഇങ്ങനെ ഉമ്മറത്ത് ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പം അമ്മേനെ ക്രോസ് ചെയ്യാതെ എനിക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ അമ്മ എനിക്കിങ്ങനെ ഒന്ന് ചാടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ ഉറങ്ങണം. അമ്മ ഉറങ്ങിയെന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ചാടുന്ന കാര്യം കുസി, എൻ്റെ പെറ്റ്സാണ്. കുസി ചെന്ന് അമ്മയോട് പറയും ഞാൻ ചാടിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ തിരിച്ചു വരുമ്പോൾ അമ്മ ഇങ്ങനെ ഇരിക്കും, എവിടെ പോയി എന്നറിയാനായിട്ട്. ഒരുപാട് നമ്മൾ ഈ ഇന്റർവ്യൂ വീട്ടിൽ വെച്ചേക്കാനാണ് പറഞ്ഞത്. അവിടെ എല്ലാം പട്ടികളുടെ ബഹളാണ്. പട്ടികളല്ല, എൻ്റെ മക്കള്, മക്കളുടെ ബഹളാണ്. കുസി, കല്യാണി, സുന്ദരി. അവരും ഭാഗ്യം ചെന്ന ആൾക്കാരാണ് അല്ലേ?
അല്ല അങ്ങനെയല്ല സ്നേഹം. അയ്യോ കൊള്ളാം. ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പം ഒരു 3 ദിവസം എനിക്ക് വർക്കില്ലാതെ വീട്ടിലിരിക്കുവാണെന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ വന്ന് കണ്ടാൽ അറിയാം വിശേഷങ്ങൾ. അവിടെ ഞാനൊരു അംഗനവാടി കുട്ടിയാ, ഇവിടെ കൂടെ ആയിരിക്കും കളി. ശരിക്കും ഒരു സ്വപ്ന ലോകമാണ് രഞ്ജുവിൻ്റെത്. ആ സ്വപ്ന ലോകത്ത് ഇനിയും ഇങ്ങനെ നിറഞ്ഞ് സ്വപ്നങ്ങളൊക്കെ കണ്ട് എല്ലാം യാഥാർത്ഥ്യമാകാൻ മാത്രം ഈശ്വരൻ അനുഗ്രഹം വരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.